ഇനി കുറച്ച് ഡിഫറെൻ്റായി ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു നാലാമത്തെ. എക്സ് പ്ലസ് 1/x ഓൾ റേസ് 6 എക്സ്പാൻഡ് ചെയ്യാൻ. അത് മിക്കവരും ചെയ്തിട്ടുണ്ട്. ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു. നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ തന്നെയുള്ള നമ്മൾ വർക്കൗട്ട് ചെയ്തതാണ്. പക്ഷേ ടേം ഇൻഡിപെൻഡൻറ്റ് ഓഫ് എക്സും ചോദിച്ചപ്പോൾ ഇത് കേട്ടിട്ടേ ഇല്ലാത്തവരാണ് മിക്കവരും. ഓക്കെ, അപ്പോൾ അതെന്താണെന്ന് പറഞ്ഞുതരാം. അത് ഞാൻ എക്സ്പാൻഡ് ചെയ്യുന്ന ജസ്റ്റ് ഒന്ന് റഫായി കാണിച്ചു തരാം. എക്സ്പാൻഷൻ മറക്കണ്ട. അത് നമ്മൾ NC0 അല്ലേ, അങ്ങനെ സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ ഇവിടെ N 6 ആണ്. അപ്പോൾ 6C0, 6C1, 6C2, 6C3. നേരെ എഴുതാൻ സ്ഥലമില്ലാത്തതുകൊണ്ടാണ് ഞാൻ താഴത്തേക്ക് എഴുതിയത്. നിങ്ങൾ നേരെ തന്നെ എഴുതിക്കോളൂ, കുഴപ്പമില്ല. തെറ്റാതിരിക്കാനും എല്ലാ ടേംസും കിട്ടാൻ വേണ്ടിയിട്ടാണ് 6C6. പവർ 6 ആണെങ്കിൽ നമ്പർ ഓഫ് ടേംസ് 7. 7 ഉണ്ടോ നോക്കി നോക്കാം. 7 ഉണ്ട്. ഓക്കെ, 6C0, 6C1, 6C2, 6C3. ഇവിടെ പ്ലസ് ആയതുകൊണ്ട് എല്ലാം പ്ലസ് തന്നെയാണ്. ഇനി എയുടെ സ്ഥാനത്ത് എക്സ് ആണ്. അപ്പോൾ എക്സിന് മാക്സിമം പവർ x6 തുടങ്ങി x5, x4, x ക്യൂബ്, x², x1. ലാസ്റ്റിലേക്ക് എക്സ് എഴുതാൻ ഉണ്ടാവരുത്. x1 അല്ലേ, പിന്നെ x0 ആണ്, എഴുതണമെന്നില്ല. ഇനി 1/x. 1/x ഇവിടെ എഴുതണോ? വേണ്ട. ഇവിടെ സ്റ്റാർട്ട് ചെയ്യാം. ഇവിടെ 1/x ഒരെണ്ണം, ഇവിടെ 1/x സ്ക്വയർ, ഇവിടെ 1/x ക്യൂബ്, ഇവിടെ 1/x⁴, ഇവിടെ 1/x⁻⁶. ഇത് 5 അല്ലേ, 1/x⁻⁶. ശരി, ഇതുപോലെ എല്ലാം ഫില്ല് ചെയ്ത് കൊടുക്കുക. എപ്പോഴും അതെ, ഇതിൻ്റെ പവർ 5, ഇതിൻ്റെ പവർ 1, 6 കൂട്ടിയാൽ കിട്ടും. ഇവിടെ 4, ഇവിടെ 2 കൂട്ടിയാൽ 6 വരും. ഇവിടെ 3, ഇവിടെയും 3 കൂട്ടിയാൽ 6. എപ്പോഴും അത് ശ്രദ്ധിക്കണേ, ഈ പവർ കൂട്ടിയാൽ കിട്ടണം. ഓക്കെ, അപ്പോൾ എല്ലാം പ്ലസ് ആണ്. ഞാൻ ജസ്റ്റ് എൻ്റെ എഴുതാൻ എളുപ്പത്തിനും പെട്ടെന്ന് മനസ്സിലാക്കാൻ എളുപ്പത്തിനും തെറ്റാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ താഴെ എഴുതിയത്. നിങ്ങൾക്ക് നേരെ എഴുതാം, യാതൊരു പ്രശ്നവുമില്ല. ഓക്കെ, ഇനി നമുക്ക് ഓരോന്നോരോന്നായിട്ട് വാല്യൂ ഇട്ട് കൊടുക്കാം. ഈക്വൽ ടു 6C0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 കാൽക്കുലേറ്ററിൽ നിന്ന് കിട്ടും. 1 × x6 പ്ലസ് അടുത്തത് 6C1 എന്ന് പറഞ്ഞാൽ 6 തന്നെ. x5 താഴെ ഒരു എക്സും ഉണ്ട്. ഓക്കെ, വേണമെന്നുണ്ടെങ്കിൽ ഈ സ്റ്റെപ്പിൽ നമുക്ക് ജസ്റ്റ് വാല്യൂസ് കൊടുക്കാം. x5 അവിടെ ഇരിക്കട്ടെ, 1/x അവിടെ ഇരിക്കട്ടെ. അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് കട്ട് ചെയ്ത് കളയാം. അടുത്ത 6C2 എന്ന് പറഞ്ഞാലും കാൽക്കുലേറ്ററിൽ നിന്ന് കിട്ടും. 6C2ൻ്റെ വാല്യൂ 15 ആണ്. സോ 15 × x4, 1/x² എന്ന് പറഞ്ഞാൽ 1/x². അടുത്ത 6C3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 20 ആണ് വരിക. അതും കാൽക്കുലേറ്ററിൽ നിങ്ങൾ തെറ്റാതെ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. x³ × 1/x⁻³ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/x³ പ്ലസ് അടുത്തത് 6C4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഗെയിൻ 15 തന്നെ വരും. 15 × x² × 1/x⁻⁴, 1/x⁴. അടുത്ത 6C5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ 6 ആണ് കിട്ടുക. x⁻⁴, 1/x⁵ പ്ലസ് 6C6 പറഞ്ഞാൽ അഗെയിൻ 1 വന്നു, 1/x⁶. ഓക്കെ, ഇനി ജസ്റ്റ് കട്ട് ചെയ്ത് കളയാൻ വരുന്ന കട്ട് ചെയ്ത് കളഞ്ഞിട്ട് നമുക്ക് ലാസ്റ്റ് ഫൈനൽ ആൻസർ എഴുതി കൊടുക്കാം. 1 × x⁻⁶. ഫൈനൽ ആൻസർ ഞാൻ നേരെ തന്നെ എഴുതുന്നു. 1 × x⁻⁶ പറഞ്ഞു കഴിഞ്ഞാൽ x⁻⁶ പ്ലസ് x⁵ ഒരു 5 ഇവിടെ ഒരു ഒരെണ്ണം ഉണ്ട്. കട്ട് ചെയ്ത് കളഞ്ഞിട്ട് നമുക്ക് 4 ആക്കി എഴുതാം. പ്ലസ് 6x⁻⁴ പ്ലസ് ഇവിടെ x⁻⁴ ഉണ്ട്, ഇവിടെ x² ഉണ്ട്, പിന്നെ 2 ബാക്കി ഉണ്ടാവുള്ളൂ. അപ്പോൾ 15x² പ്ലസ് ഇവിടെ 3 ഉണ്ട് മുകളിൽ, താഴെ 3 ഉണ്ട്, കട്ട് ചെയ്ത് പോയി. അപ്പോൾ ഇനി ഒന്നുമില്ല, 20 മാത്രമേ ഉണ്ടാവുള്ളൂ. ഓക്കെ, ഇനി അടുത്തേക്ക് വന്നെങ്കിൽ x² മുകളിലുണ്ട്, താഴെ x⁻⁴ ഉണ്ട്, ബാക്കി 2 താഴെയാണ് ഉണ്ടാവുക. അതുകൊണ്ട് നമ്മൾ എഴുതേണ്ടത് 15/x² എന്നാണ്. അടുത്തത് x⁻1 ഉണ്ട്, x⁻5 ഉണ്ട്, താഴെ 4 ഉണ്ടാവും, ഒരെണ്ണേ കട്ട് ചെയ്ത് പോയിട്ടുള്ളൂ. അപ്പോൾ 6/x⁻⁴. ലാസ്റ്റ് 1/x⁻⁶. ഇതാണ് എക്സ്പാൻഷൻ. 3 സ്റ്റെപ്പ് നിങ്ങൾ എഴുതണ്ടുള്ളൂ. ഓക്കെ, എക്സ്പാൻഷൻ തെറ്റാതെ എഴുതി കൊടുക്കുക. ഇനി ചോദിച്ചിരിക്കുന്നതിൽ ടേം ഇൻഡിപെൻഡൻറ്റ് ഓഫ് എക്സ് എന്നാണ്. അതിലെ മീനിങ്ങിൽ തന്നെ ഉണ്ട് എക്സ് ഇല്ലാത്ത ടേം ഏതാണ്. അത് ക്ലിയർ ആണല്ലോ. ഏതാ എക്സ് ഇല്ലാത്ത ടേം? 20. ഓക്കെ, ടേം ഇൻഡിപെൻഡൻറ്റ് ഓഫ് എക്സ് ഈക്വൽ ടു 20. അത്രേ എഴുതണ്ടുള്ളൂ. അതായത് എക്സ് ഇല്ലാത്ത ടേം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. 7 ടേം ഉണ്ടല്ലോ മൊത്തം, അതിൽ എക്സ് ഇല്ലാത്ത ടേം 20 ആണ്.